നിസ്സംഗത ഒന്നും അങ്ങനെ എളുപ്പം ഒരാൾക്ക് കിട്ടുന്ന കാര്യമല്ല. അത് ആളുകൾക്ക് തോന്നുന്നതാ. നമ്മുടെ സംഘം ഇപ്പോഴും ഒന്നും പോയിട്ടില്ല, എവിടെയും പോയിട്ട് വലിയ സംഘത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും വിഷമം തോന്നാറുണ്ട്. പുറത്തുള്ള ആളുകൾക്ക് തോന്നിയിരിക്കുന്നതാണ് പുള്ളി നിസ്സംഗഭാവത്തിലായിരിക്കുന്നത്. അതൊരു പുരുഷായുസ് കൊണ്ടൊന്നും വിട്ടുപോകണമല്ല. ഈ കർമ്മമായിട്ട് ഇപ്പോൾ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആളുകൾ കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ജാതകവശം അവർക്ക് ആ ഒരു യോഗം ഉണ്ടാവും എന്നൊക്കെ തോന്നുന്നു. ജോലിയായിട്ടൊന്നും അത്ര പെട്ടെന്ന് ഒരാൾ അങ്ങനെ പാരമ്പര്യവും പറയാൻ കഴിയില്ലോ. കാശിയിൽ ഞാൻ പോയ സമയത്ത് അവിടുത്തെ ശവസംസ്കാരം നടത്തുന്ന ആളുകളോട് ചോദിച്ചു. അപ്പോൾ അവരിൽ കുറേ ആളുകൾ പാരമ്പര്യത്തിൽ ഇതിൽ വന്ന് ഈ കർമ്മം ചെയ്യുന്നവരുണ്ട്. അതെന്താ വെച്ചാൽ കുറച്ചും കൂടി കടുപ്പാണ് അവിടെ. അവർ ജാതി വ്യവസ്ഥ ഇത്തിരിയും കൂടി രൂക്ഷമായതുകൊണ്ട് ആ ജാതിയിലുള്ളവർ ആ പണി ചെയ്യാം, അതിൽ നിന്ന് മാറിപ്പോകുന്നൊരു കുറവേ ഉള്ളൂ. അപ്പോൾ ഈ ചണ്ടാളവൃത്തി ചെയ്തിരുന്ന ആ കുടുംബത്തിലെ ആളുകൾ പിന്നെയും അതിലേക്ക് വന്നിട്ടുള്ള ഇതുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഐവർമഠം സംബന്ധിച്ചിടത്തോളം അത് പാരമ്പര്യമല്ല, പിന്നെ അതൊരു എന്തെങ്കിലും ഇഷ്ടമൊക്കെ അതിനോടുള്ള ഒരാളെ വരുള്ളൂ. അടുത്ത കാലത്തായിട്ട് കുറേ പൈസ കിട്ടണമെന്നൊരു തോന്നൽ വന്നിട്ട് കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും പിന്നെ ഒരു 6 മാസം കഴിഞ്ഞാൽ ആ വഴിക്ക് വരില്ല. അതൊരു ഇതിലൊരു മായ പരിപാടിയുണ്ട്. ഈ പെട്ടെന്ന് പൈസ ഉണ്ടാവും, ഇല്ലെങ്കിൽ ദക്ഷിണ കുറേ അധികം കിട്ടും, അപ്പോൾ പെട്ടെന്ന് സമ്പന്നനാവാം, അങ്ങനെയൊക്കെ തോന്നിയിട്ടൊക്കെ കുറേ ആളുകൾ ഇവിടെ നിന്നല്ല എല്ലാവരും ഈ ഒരു പ്രവൃത്തിയിലേക്ക് വരും. അതിൽ പൈസയോട് വല്ലാതെ മോഹം ഉള്ള ആളുകൾ കുറേ അങ്ങനെ പിടിച്ചു നിൽക്കുകയും ചെയ്യും. പക്ഷേ കുറേ കഴിഞ്ഞാൽ ആ പൈസ കൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാവില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല അതെയോ. അപ്പോൾ ഇതൊരു ജാതകവശ ഒരു യോഗം ഉണ്ടാകുന്ന ആളുകളായിരിക്കും മിക്കവാറും. അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് തിരഞ്ഞെടുക്കുന്ന ഡോക്ടർമാരാണെങ്കിലും സഹായികളാണെങ്കിലും ഒക്കെ പുറം രാജ്യങ്ങളിലൊക്കെ അതിനൊരു കുറച്ചും കൂടി ഒരു വിലയുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ആ പോസ്റ്റ്മോർട്ടം ആളെ ഒന്ന് കുറഞ്ഞിട്ടേ കാണും, റാങ്ക് വലുതാണെങ്കിലും. അപ്പോൾ അത് പക്ഷേ സാധാരണ രോഗിയെ പരിശോധിക്കുന്നതിനേക്കാൾ വിദഗ്ധമായിട്ടുള്ള ശ്രദ്ധയുള്ള ഒരാൾക്കാണ് പറ്റുള്ളൂ. അത് എളുപ്പമല്ല. ഇതേപോലെ തന്നെയാണ് ഇത് പിന്നെ നമുക്ക് കത്തിച്ചങ്ങോട്ട് അവസാനിപ്പിച്ചാൽ മതി. അതങ്ങനെയല്ലല്ലോ, അതൊരു സൂക്ഷ്മ പരിശോധന വേണം. അപ്പോൾ നമ്മുടെ ഗുജറാൾ സാറ് പാലക്കാട് എന്തൊരു ശ്രദ്ധയാണ് കാര്യങ്ങളിൽ, ചെറിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കും. സാറ് പറഞ്ഞ കുറേ കഥകൾ, പിന്നെ ഷെർലി വാസു, അതുപോലെ തന്നെ ഇവരെയൊക്കെ സഹായിക്കാൻ നിൽക്കുന്ന ആളുകൾ, അവർ വൈദ്യവും പഠിച്ചിട്ടില്ല, ചിലപ്പോൾ സ്കൂളിലും പോയിട്ടുണ്ടാവില്ല. പക്ഷേ അവരുടെയൊക്കെ ഈ ഒരു ബോഡി കാണുമ്പോൾ ഉണ്ടാകുന്ന എങ്ങനെ മരിച്ചത്, എന്തായിരിക്കും റീസൺ, വെറുതെ ടേബിളിലൊരു ബോഡി കടത്തിയ എക്സാമിൻ ചെയ്യാതെ നിഗമനത്തിലെത്താൻ കഴിയുന്ന മിടുക്കന്മാരായിട്ടുള്ള ആളുകളുണ്ട്. 4 വരെ 5 വരെ 10 വരെ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകാത്ത ആളുകളായിരിക്കും. നിരീക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഗുജറാൾ സാറ് പറഞ്ഞ കുറേ കഥകളുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ പേരുകളൊന്നും അല്ലാതെ ഇതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ വേറെയുണ്ട്. അപ്പോൾ ഏതൊരു പ്രവൃത്തിയിലും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് നല്ലൊരു കർഷകന് മഴ പെയ്യൂല എന്നൊക്കെ നേരത്തെ പറയാൻ കഴിയും. ശ്രദ്ധയാണ്, ധ്യാനം തന്നെയാണ്. അത് ശ്രദ്ധ തന്നെ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ജ്ഞാനം കൊണ്ടാണ് അറിയൂ, നോളേജ് കൊണ്ട് അറിയില്ല. നോളേജ് കൊണ്ട് നമുക്ക് എങ്ങനെയെന്നൊക്കെ നമ്മൾ വായിച്ചതും പഠിച്ചതും, അതിനപ്പുറത്തൊരു ജ്ഞാനം എന്ന് പറഞ്ഞൊരു സാധനത്തിലെത്തുമ്പോഴാണ് ഇങ്ങനെ ആയിക്കൂടെ, ഇല്ലെങ്കിൽ അതൊന്ന് നോക്കിയാലോ നോക്കാം. അത് നമുക്കൊരു ലൈറ്റിൻ്റെ സ്വിച്ച് ഇടണ പോലെ പെട്ടെന്ന് ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഒരു ഇടിമിന്നലിൽ കിട്ടുന്നൊരു വെളിച്ചം പോലെയാണ്. ഒരു മിന്നൽ ഇങ്ങോട്ട് വരും. ആ മിന്നൽ വെളിച്ചത്തിൽ കണ്ടത് 2 സെക്കൻഡ് കഴിയുമ്പോൾ കാണില്ല, പക്ഷെ ആ ഒറ്റ കാഴ്ച മതി ഇന്നതാന്ന് പിടിക്കും.
അത് പൂർവ്വസൂരികളുടെയൊക്കെ അനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കാം മിടുക്കന്മാരാവുക. അപ്പോൾ അത് തിരഞ്ഞെടുക്കുന്ന ആളുകൾ ജോലി എന്നുള്ളതിൻ്റെയൊക്കെ അപ്പുറത്ത് വേറൊരു തലങ്ങളുണ്ട്. അങ്ങനെ ആയിരിക്കും തോന്നുന്നു.